പേർഷ്യക്കാരന്റെ സെറ്റിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കണ്ടില്ലേ, ഭയങ്കര ഷൂട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. കൂടുതൽ പേർഷ്യക്കാരന്റെ വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ പേർഷ്യക്കാരിലെ എല്ലാ കഥാപാത്രങ്ങളോടും അതിന്റെ അണിയറ പ്രവർത്തകളോടും ചോദിച്ചതിന് അറിയാം. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പേർഷ്യക്കാരനിലെ നായികയാണ്. ഈ മുഖം നിങ്ങൾക്ക് ഒട്ടും പരിചയം ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഈ നായിക പേർഷ്യക്കാരിൽ അഭിനയിക്കുന്നത്. സോ ഈ മുഖത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ കൂടുതൽ എക്സൈറ്റ്മെന്റ് കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ സുധ നന്നായി ഡാൻസ് ചെയ്യും, നല്ല മോഡലാണ്. ഈ സിനിമയിൽ വരുന്നതിന് മുൻപ് തന്നെ എനിക്ക് സുധയെ കുറച്ച് പേഴ്സണലായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ബ്ലഷ് ആണ്. എന്തായാലും ഞാൻ സുധയെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതാണ്. ഇതാണ് ഇതിലെ നായിക സുദക്ഷണ. Tell me about your character and പേർഷ്യക്കാരൻ. Well, my character in this movie, her name is Aparna. There are different sides to her, you can say, and she showcases different characteristics of a person, a girl of a certain age. Well, I cannot say much about the movie. It is for you all to see the movie, and I don't want to kill the element of surprise. I hope you all enjoy the movie because I think it is a different set and something that shows a different life of UAE or Gulf as such. Okay, എനിക്ക് ഇനി ചോദിക്കാനുള്ളത് സുധയുടെ അടുത്ത് മലയാളം എന്തൊക്കെ പഠിച്ചു? I didn't understand that. No. Something in Malayalam? Yeah. എൻ്റെ പേര് സുദക്ഷണയാണ്. Okay. ഞാൻ ഇവിടെ 21 വർഷം 21 വർഷം പേർഷ്യക്കാരിലെ എല്ലാം പുതുമുഖങ്ങളാണ്. അതിൽ ആദ്യമായിട്ട് എടുത്തു പറയേണ്ടത് എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുമാണ്, കൂടാതെ എൻ്റെ നാട്ടുകാരനുമായ ഇതിലെ നായകനാണ്. ഇതിലെ നായകന്റെ പേര് ആദിൽ ഇബ്രാഹിം. ആക്ച്വലി ആദിൽ സിനിമയിൽ ആദ്യമായിട്ട്, ഫ്യൂച്ചർ മൂവിയിൽ ആദ്യമായിട്ട്, ഇതിന് മുന്നേ കുറേ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് നമ്മളൊക്കെ വാവ് എന്ന് പറഞ്ഞിരുന്ന അവസ്ഥയുണ്ട്. അപ്പം ഇതിൽ കൂടുതൽ ഞാൻ പറയേണ്ട കാര്യം നമുക്ക് ആദിലിനോട് ചോദിച്ചു നോക്കാം പേർഷ്യക്കാരിലെ വിശേഷങ്ങൾ. ഹായ് ആദിൽ. Hi, how are you? Good, how are you? I'm good. Good to see you. അത് ക്യാമറയുടെ ഫ്രണ്ടിൽ. ഓക്കെ, ഇനി പേർഷ്യക്കാരിലെ വിശേഷങ്ങൾ ആദ്യം ചൂടോടെ ചോദിക്കുകയാണ്. എങ്ങനെയുണ്ട് പേർഷ്യക്കാരിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട്? ഞാനതിൽ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ അരവിന്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അരവിന്ദ് ഒരു സെറ്റ് ഓഫ് യങ്സ്റ്റേഴ്സിൽ ഒരു കണ്ണിയാണ്. അത് 6 ഭൂതങ്ങൾ എന്ന് പറയുന്ന ആ യങ്സ്റ്റേഴ്സിൽ കുറേ പേരുണ്ട്. അതിലൊരു ഭൂതമാണ് ഞാൻ. ഭൂതം ഭാവി വർത്തമാനം. ഈ ഒരു ഭൂതം ഒരു ആർജയാണ് അരവിന്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ചെയ്യാൻ, കാരണം ഞാൻ എൻ്റെ ലൈഫിൽ കുറച്ച് ആർജെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വീണ്ടും സിനിമയിലൂടെ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത്, ഞാൻ പറഞ്ഞു യങ്സ്റ്റേഴ്സിന്റെ ഒരു ട്രാക്കാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ യങ്സ്റ്റേഴ്സിൽ ഞാൻ മാത്രമൊന്നുമല്ല, എത്ര ആൾക്കാരുണ്ട്, യങ്സ്റ്റേഴ്സ് ഉണ്ട്. ഈ എല്ലാ യങ്സ്റ്റേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്താം, 6 ഭൂതങ്ങളെയും പരിചയപ്പെടുത്താം. സോ ലെറ്റ്സ് മീറ്റ് ദം. അല്ല, പേർഷ്യക്കാരിലെ 6 ഭൂതങ്ങളെ ഞാനിപ്പോ അവിടെ കണ്ടു. അതിൽ ഓരോരുത്തരായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ്. ഒരു ഭൂതം ഇവിടെ ഷോട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. അതിൽ കുറെ മുഖങ്ങൾ എനിക്ക് പരിചയമുണ്ട്, കുറെ മുഖങ്ങൾ അറിയത്തില്ല. അപ്പൊ അവരുടെ വിശേഷങ്ങളൊക്കെ അവര് പറഞ്ഞു തരുന്നത് നമുക്ക് നല്ലത്. അതുകൊണ്ട് നമുക്ക് എല്ലാവരും പരിചയപ്പെടാം. അത് നമുക്ക് ഇവിടെ തുടങ്ങാം അല്ലെ? പ്രവീൺ റാം, കുറെ സീരിയൽസ് ചെയ്തു കൊച്ചുനാളില്, പിന്നെ 2 തമിഴ് സിനിമ ചെയ്തു. അതൊക്കെ അല്ല, ഗോബ്സ് ശരിക്കുള്ള പേര് ഗോബ്സ്, സിനിമയിലുള്ള പേര് എന്താണാവോ? നിയാസ്. എനിക്ക് കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. കേളി ഹെയർ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. വൈകുന്നേരം നൂഡിൽസ് ഓക്കെ, അപ്പൊ എന്നിട്ട് പറയും പേർഷ്യക്കാരൻ. പേർഷ്യക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾറെഡി എല്ലാവരും പറഞ്ഞു. എനിക്ക് മുമ്പുള്ള ഗോപുവിന്റെ എക്സ്പീരിയൻസ് പറയും. ഞാൻ ആദ്യമായിട്ട് മൂവിയിൽ അഭിനയിക്കുകയാണ്. സോ വളരെ രസകരമായ എക്സ്പീരിയൻസാണ്. നല്ല ഫ്രണ്ട്സ് എൻ്റെ കൂടെ. ഇതെല്ലാം ഇടിച്ചു കയറി തിരിച്ചങ്ങോട്ട്. സജീവ് ഭാസ്കർ, അശോക് സാറിന്റെ ഈ വർക്കിൽ അഭിനയിക്കാൻ പറ്റിയത് വളരെ ഒരു ഭാഗ്യമാണ്. പിന്നെ ക്യാരക്ടർ എന്റെ ഈ 6 ഭൂതങ്ങളിൽ ഒരു ഭൂതം ഞാനാണ്. കിരൺ എന്നാണ് എൻ്റെ കഥാപാത്രത്തിന്റെ പേര്. പിന്നെ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് സൂര്യ എന്നാണ്, കാസർഗോഡ് സ്വദേശം. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് വന്നു, ഈ പേർഷ്യക്കാരിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? ഇതൊരു യാദൃശികമായി തന്നെ പറയാം. കാരണം
ഒരു ദിവസം ഇവിടുത്തെ ഒരു ചാനലില് ന്യൂസ് കേൾക്കുന്നു, ഒരു ഓഡിഷൻ ഉണ്ട്. അങ്ങനെ ചെന്നെത്തിയപ്പം നമുക്ക് കയ്യിലുള്ള സാധനങ്ങൾ അവർക്ക് കാണിച്ചപ്പോ ഓക്കെ ഓ അത്ര ഭയങ്കര കയ്യിലുള്ള സാധനങ്ങൾ ഇതുവരെയപ്പം. ഹായ്, എൻ്റെ പേര് ജൂബി നൈനാൻ. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ജോബി എന്നാണ് ഇതിനകത്ത്. പിന്നെ ആദ്യമായിട്ട് നമ്മൾ ഈ ടീം പേർഷ്യക്കാരനെ പറ്റി പറയുമ്പോൾ ഇതൊരു മൂവിയിൽ അഭിനയിക്കുന്ന ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു ഫാമിലി പോലെ ആയി പോയി വിത്തിൻ ദിസ് 35 days. പിന്നെ മോറോവർ അശോക് സാർ ആയാലും നമ്മുടെ സനൽ സാർ ആയാലും സാബു സാർ, പിന്നെ പ്രൊഡ്യൂസർ ഹരി സാർ, പിന്നെ ക്രൂ മെമ്പേഴ്സ്, എവ്രിബഡി they are very supportive. ഈ ആദ്യമൊക്കെ വിചാരിച്ചു റീറ്റൊക്കെ ഒരുപാട് കിട്ടുമെന്ന് വിചാരിച്ചു. ഓൾഗ എന്ന പേര് പേർഷ്യക്കാരന് ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ട് തിളങ്ങുന്ന റഷ്യയിൽ നിന്ന് വന്ന് റഷ്യക്കാരിയായി അഭിനയിക്കുന്ന ക്രിസ്റ്റീനയാണ്. How are you, Christina? I'm fine, thank you. Okay, how is going on your shoot and all? It's actually amazing. Really, it was I think for a couple of weeks actually. I think you're so tired now. Really? Yeah. Yeah. By now, yeah. Okay, tell me about Prashakaran. Prashakaran, actually, it's an amazing movie. Honestly, that's my opinion. My character, I was Christina in the movie. I think I was trying to help Aberna and Arvin to find each other. So yeah, in general, the movie, I'm sure everybody will like it. It's amazing movie. It's an amazing story. Actually, I think it's the first time I ever heard a story like that. Honestly. Actually, this is your first time movie, in right? movie, yeah. First time in the Indian movie. Prashakaran special. Prashakaran special. So it's an honor. Okay. In general, team is amazing. Yeah. All my regards to Mr. Ashok. He's amazing guy. Entire team is a brilliant work. It's great. Totally enjoyed, right? Oh my God, yeah. ഞാൻ പേർഷ്യക്കാനിലെ സെറ്റിൽ വന്നപ്പോൾ എനിക്ക് 2 സുഹൃത്തുക്കളെ കിട്ടി. 2 കുഞ്ഞു സുഹൃത്തുക്കളെ നമുക്ക് പരിചയപ്പെട്ടാലോ? 2 കുറുമ്പികളെയും കുറുമ്പിയൊക്കെ അല്ലേ? എന്റെ പേര് ദിയ. ശരിക്കും പേര് ദിയാന്നാ? മൂവിയിൽ എന്താ ചെയ്യുന്നത്? കളറും പെൻസിലും ചോക്ലേറ്റ് ബോക്സും ദിവസം വെളിയിൽ കൊണ്ടുപോയി എന്നിട്ട് ഒരു വലിയ പാവ പറയുന്ന ആക്ച്വലി സിനിമയിലെ ഷോർട്ടിലെ കാര്യങ്ങളാണ്. ഓഹോ, ഇവിടെ ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് ഫുൾ സിനിമയിൽ അങ്ങ് അഭിനയിച്ചാലോ? സ്കൂളിലൊന്നും പോകണ്ടേ? സ്കൂളിൽ പോകണം അല്ലേ? ഓക്കെ, നമുക്ക് ഈ ചേട്ടനും കൂടി ഒന്ന് പരിചയപ്പെടാം അല്ലേ? എന്താ അവരുടെ പേര്? എന്റെ പേര് ആദിത്യ. ആദിത്യ കുറച്ച് സീരിയസ് ആണ്, അപ്പൊ നമ്മളെ കുട്ടികളെയൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഓക്കെ, ആദിത്യ പറയൂ പേർഷ്യക്കാരനിലെ ആദിത്യയുടെ ക്യാരക്ടറിനെ കുറിച്ച്. എന്റെ പേര് ഹരിക്കുട്ടൻ. ഷെൽട്ടറിൽ താമസിക്കുന്നതൊക്കെയാ. ഓക്കെ, അപ്പൊ ഹരി എന്നുള്ള ക്യാരക്ടറിൽ മാറാൻ കുറെ സമയം എടുത്തോ? നോട്ടി ആയിട്ടാണോ അതോ ഭയങ്കര സീരിയസ്, ഇപ്പൊ ഇരിക്കുന്ന പോലെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണോ? കുറുമ്പാണോ? ഫുൾ കുറുമ്പാണ്. അത്ര നോട്ടിയല്ല, എപ്പോഴും സീരിയസ് ആയിട്ട്. ഓഹോ, ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞു. ചിലപ്പം സന്തോഷം, ചിലപ്പം സീരിയസ് ആയിട്ട് അല്ലെ? ഇനി പരിചയപ്പെടുത്താൻ പോകുന്ന 3 മുഖങ്ങൾ ഞാനായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ എപ്പോഴും കാണുന്ന മുഖങ്ങളാണ്. ഒരുപാട് സിനിമകളിൽ കണ്ട് മറന്നെന്ന് പറയാൻ പറ്റില്ല. ഇനിയും ഒരുപാട് സിനിമയിൽ കാണാൻ ആഗ്രഹിക്കുന്ന മുഖങ്ങളാണ്. അത് ഞാൻ ഇവിടെ നിന്ന് തുടങ്ങാം. ഇത് നമ്മളുടെ കോയക്ക അല്ലേ? കോയക്ക ആക്ച്വലി മീഡിയ പേഴ്സൺ ആണ്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിലും മീഡിയ പേഴ്സൺ ആയിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത് തോന്നുന്നു അല്ലേ? മീഡിയ പേഴ്സൺ അല്ല, മീഡിയക്കായിട്ട് ബന്ധമുണ്ടെന്നേ ഉള്ളൂ. ഒരു ഫുൾ ടൈം സാംസ്കാരിക പ്രവർത്തകൻ, അതെ, സാമൂഹ്യ പ്രവർത്തകൻ, അല്പം കവിതയൊക്കെ ആയിട്ട് എവിടെ അതിന്റെ ഗെറ്റപ്പിലാണ് ഇപ്പൊ ഇരിക്കുന്നത്, ജുബയൊക്കെ ഇട്ട് അല്ലെ? ഓക്കെ, അറബിക്കഥ, ഡയമണ്ട് നെക്ലേസ്, അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്ത് പറയേണ്ടതുണ്ട്. അത്രയും നന്നായിട്ട് അഭിനയിച്ച് തകർത്ത സിനിമകളാണ് അതൊക്കെ. അപ്പം അതിൽ നിന്ന് പേർഷ്യക്കാരനിലേക്ക് വന്നപ്പോ എനിക്കൊന്നും ഇപ്പൊ വേറെ ഏതൊക്കെ സിനിമയുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്നാണ് വരുന്നത് അല്ലേ? ഒരു സാന്റാക്ലോസ്, 48 hours, പിന്നെ ഐ ആം 21 years ചെയ്യാനിരിക്കുന്ന മൂവീസ് ആണ്. അങ്ങനെ ഒത്തിരി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മംഗ്ലീഷ് ഇപ്പൊ പേർഷ്യക്കാരൻ എന്റെ 10ാമത്തെ പടമാണ്. ഞാൻ ആദ്യമായിട്ടൊരു മുഴുനീള വേഷം ചെയ്യുന്ന സിനിമയാണത്. സത്യത്തിൽ എൻ്റെ സംവിധായകൻ അശോക് ആർനാഥ് അത്രയും വലിയൊരു വിശ്വാസം അർപ്പിച്ച് ഒരു മുഴുനീള കഥാപാത്രം തന്നെ എന്നെ പോലും അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരുപക്ഷെ ഒരു മുഖ്യധാര നടൻ ചെയ്യേണ്ട കഥാപാത്രമാണ്.
അദ്ദേഹം നമ്മളിൽ അങ്ങനെ ഒരു വിശ്വാസം ഏൽപ്പിച്ചൊരു കഥാപാത്രത്തെ ഏൽപ്പിച്ചു. സത്യത്തിൽ ഇതിൻ്റെ വർക്ക് തുടങ്ങുന്ന സമയത്തും എനിക്ക് ആ കഥാപാത്രം എത്രമാത്രം ഇൻറ്റൻസീവായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അറിയില്ല. പക്ഷെ ചെയ്തു വരുമ്പോഴാണ് ഓരോ ഘട്ടത്തിലും ഈ കഥയിൽ അതിൻ്റെ എല്ലാ സന്ദിഗ്ധ ഘട്ടങ്ങളിലും വരികയും ഇടപെടുകയും ഈ കഥയെ മാറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്ന മുകേഷ് ചേട്ടനോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമാണ്. വളരെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രം, വളരെ പ്രതീക്ഷയുള്ള ഒരു കഥാപാത്രമാണ്. എന്തായാലും ആ പ്രതീക്ഷ എന്തായാലും ഈ സിനിമയിൽ കാണട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമുക്കിനി വേറെ 2 വ്യക്തികളെ പരിചയപ്പെടാം. ഇവരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം ഇത് നേരത്തെ കോയക്കനെ കൂടെ പറഞ്ഞ പോലെ തന്നെ ഈ മുഖങ്ങൾ നമുക്ക് പരിചിതമാണ്. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഇവരെ പരിചയപ്പെടുന്നത് സതീഷ് ചേട്ടൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒത്തിരി സിനിമകൾ നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നു സാറിന്റെ കൂടെ ഇപ്പൊ 2ാമത്തെ മൂവിയാണല്ലേ? അശോക് സാറിന്റെ കൂടെ 2ാമത്തെ മൂവിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു മെഗാ സീരിയലിലും ഒരു മുഴുനീള വില്ലൻ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡ്രീം സിറ്റി എന്ന് പറഞ്ഞു. ശരിക്കും വില്ലനാണോ? ജീവിതത്തില് വില്ലനാണെന്ന് ആരും പറയില്ല. കുഴപ്പമില്ല അല്ലേ? എന്നാലും ആ പാവത്താൻ അത്ര ഉറപ്പിച്ചിട്ടല്ലോ. കുഴപ്പമില്ല. അല്ല, വല്ല വില്ലത്തരം ചെയ്യണ്ടെങ്കിൽ ആരോടും പറഞ്ഞിട്ടല്ലോ ചെയ്യാം. വലിയ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് പേർഷ്യക്കാരൻ? കോയാജി പറഞ്ഞ പോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. കാരണം ഞങ്ങളെ പോലുള്ള ഇവിടുത്തെ ലാബില് പ്രവാസി എന്നാണ്. ഇവിടെ നമ്മൾ മറ്റേ ഈ അഭിനയത്തിന്റെ കാര്യത്തിലൊന്നും അത്രയ്ക്ക് വളരെ പിന്നിൽ നിൽക്കുന്നവരാന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കില്ല. അപ്പൊ ഞങ്ങളെ വിശ്വസിച്ച് ഇത്രയും നല്ല കഥാപാത്രങ്ങളെ തരുന്ന അശോക് സാറിന് നന്ദിയുണ്ട്. അദ്ദേഹത്തിന് അറിയാം, കോയാജി പറഞ്ഞ പോലെ തന്നെ നമ്മളിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് എടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ട് അത് കണ്ടറിഞ്ഞു തന്ന ക്യാരക്ടേഴ്സ് ആണ്. തീർച്ചയായിട്ടും അത് അറിയില്ല. കഥ എഴുതുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞങ്ങളുടെയൊക്കെ മുഖങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ മലയാള സിനിമയിലെ പ്രഗത്ഭരായ നടന്മാരൊക്കെ കളിക്കുന്ന റോളുകളാണ് ഇപ്പൊ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിനോട് 100% പ്രഗത്ഭരാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ മലയാള സിനിമയിൽ ചില വിടവുകളൊക്കെ നികത്താൻ പര്യാപ്തമായിട്ടുള്ള ആൾക്കാരാണെന്നുള്ളത് കഥാപാത്രത്തിന് അനുയോജ്യമായിട്ടുള്ള നേരത്തെ സതീഷ് പറഞ്ഞ മാതിരി തന്നെ അദ്ദേഹം ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ന കഥാപാത്രങ്ങൾക്ക്, കാരണം ഞങ്ങളൊക്കെ ഒരുമിച്ച് ഡ്രീം സിറ്റിയിലും അതുപോലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ എന്താണ്, നമ്മുടെ കാലിബർ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു അവബോധം ഈ ഫുൾ ടീം എൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള സാബുവും എൻ്റെ ക്യാമറാമാൻ സനൽത്തോട്ടം ഇവരെല്ലാം തന്നെ ഒന്നിച്ച് നമ്മൾ നേരത്തെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു കഥാപാത്രം, ഒരു മനസ്സിന് സന്തോഷമില്ല സത്യം പറഞ്ഞാൽ. എപ്പോഴും കാണുന്ന സുഹൃത്തുക്കൾ നമ്മളെ കൂടെ ഒരു സിനിമയില് മാത്രല്ല ആൽബർട്ട് പറഞ്ഞ പോലെ അല്ലെങ്കിൽ കോയാജി പറഞ്ഞ പോലെ ഇത് ഞങ്ങൾ ഒരുമിക്കുന്ന ആദ്യത്തെ ഫിലിം അല്ലാതെ ഞങ്ങൾ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അതെ, അതുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ല. നമുക്കിപ്പോ ഒരു ഫിലിമിൽ അഭിനയിക്കുകയാണ്, ക്യാമറ ഫ്രണ്ടിലുണ്ട്, പിന്നെ ആ ഒരു ടെൻഷനോ അങ്ങനെ ഒരു ഫിയർ ഇതൊന്നും നമുക്കില്ല. ആക്ച്വലി ഓക്കെ, ഇപ്പോൾ ഒരു സെക്കൻഡ് ഡേക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ പോലും അതിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ട് ചെയ്യുന്നത്. നേരത്തെ ഇവിടെ പലരും പറഞ്ഞ മാതിരി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എങ്ങനെ വരണം ഈ കഥാപാത്രം, അത് വരുന്നത് വരെ അഭിനയിച്ചേ പറ്റുള്ളൂ.